പൊൻതാമര വിരിയിക്കാനുള്ള ഈ പോരാട്ടത്തിൽ നമ്മളുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ CC മുകുന്ദേട്ടൻ അടുത്തതായി നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. പുറത്തു നിൽക്കുന്നവർ ദയവായി അകത്തേക്ക് കടന്നിരിക്കണം. പുറത്തു നിൽക്കുന്നവർ ദയവായി അകത്തേക്ക് കടന്നിരിക്കണം. പ്രിയമുള്ള നമ്മുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന ഈ കൺവെൻഷനിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ സംഘടനാ ഭാരവാഹികളെ, അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ നമ്മുടെ പ്രവർത്തന രംഗത്ത് മാതൃകമായ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകാൻ എത്തിച്ചേർന്നിട്ടുള്ള സ്നേഹം നിറഞ്ഞ നമ്മുടെ BJP പ്രവർത്തകരെ, നമ്മുടെ സംഘടനയെ സംബന്ധിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെയും അതുപോലെ ഇന്ത്യയുടെ ജനവിഭാഗത്തെ സംബന്ധിച്ചുമെല്ലാം നമ്മുടെ ഇതിനു മുമ്പ് സംസാരിച്ച നമ്മുടെ ഉയർന്ന ലീഡർഷിപ്പിലുള്ള ചുമതലപ്പെട്ടവർ നമ്മുടെ ദേശീയ രാഷ്ട്രീയ കാര്യങ്ങളെ സംബന്ധിച്ചും ഇന്ത്യയുടെ നമ്മുടെ BJPയുടെയും ഇന്ത്യയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചുമെല്ലാം വളരെ വിശദമായി നമുക്കെല്ലാവർക്കും മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള നമ്മുടെ കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായി സംസാരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഞാനായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിഷയങ്ങൾ ഇനിയും തുടർന്ന് നമ്മുടെ ഉദ്ഘാടകൻ പറഞ്ഞ പോലെ നിയമപരവും തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിനോടൊപ്പം തന്നെ നിയമപരമായ ചില നടപടികൾക്കടക്കം മുന്നോട്ട് പോകുന്നു ഉള്ള ലക്ഷണം കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പിൻ്റെ പോരാട്ടം. ഞാൻ ഈ സംഘടനയുടെ വരുമ്പോൾ തന്നെ അത് വരാനുള്ള ചില സാഹചര്യത്തെ സംബന്ധിച്ചുമെല്ലാം നമ്മുടെ വിവിധ മേഖലയുമായി നാട്ടിക നിയോജകമണ്ഡലത്തിലെ 9 പഞ്ചായത്തുകളിലും നടന്ന ചില പ്രവർത്തന യോഗങ്ങളിൽ വെച്ച് എൻ്റേതായ ചില അഭിപ്രായങ്ങൾ നമ്മുടെ പ്രവർത്തകരോട് ഞാൻ പറയേണ്ടായി. ഇപ്പോഴും അതുതന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ സംഘടനയെ സംബന്ധിച്ചും അതുപോലെ ഇന്ത്യയുടെ ഭരണ കാര്യങ്ങളെ സംബന്ധിച്ചുമെല്ലാം വളരെ വിശദമായി നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും അതുമേ ബന്ധപ്പെട്ട് സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മനസ്സിലൊരു ദേശീയ കാഴ്ചപ്പാടുണ്ട്. ആ ഒരു ദേശീയ കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷമുള്ള പാവപ്പെട്ട ജനവിഭാഗത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ ഉതകുന്നൊരു പ്രസ്ഥാനം അത് നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്ന് ഉൾക്കൊള്ളുകയാണ്. നമുക്കറിയാം, എൻ്റെ രാജ്യത്തുള്ള മഹാഭൂരിപക്ഷ ജനകൂടിയുടെ താല്പര്യം സംരക്ഷിച്ച് ലോകത്തിനെ തന്നെ മാതൃകയാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞ നമ്മുടെ ഇന്ത്യയുടെ ഭരണ സംവിധാനങ്ങൾ എല്ലാവരും നമ്മുടെ ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുന്ന സാഹചര്യമാണ് ഇന്ത്യയിലുള്ളത്. എവിടെയും നോക്കിയാലും, ലോകത്തിൽ എവിടെ നോക്കിയാലും നമ്മുടെ ഇന്ത്യയുടെ പ്രവർത്തന ശൈലി കുറേശ്ശെ പകർത്തി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഇന്ന് ലോകമെമ്പാടും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനത്തിലും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആശയമാണ് എന്നിൽ അർപ്പിതമായൊരു വിശ്വാസം. നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പോകാനുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ ഉയർന്നു വന്നത്. ചില സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ ഞാനുമായി ബന്ധപ്പെട്ട മുമ്പത്തെ പാർട്ടിയിൽ നിന്നുണ്ടായി എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നമ്മുടെ നിരന്തരമായ പത്രങ്ങളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമായിരുന്നു എൻ്റെ പ്രസ്ഥാനം മുൻകാലങ്ങളിൽ എന്നെ എങ്ങനെയാണ് വളർത്തിയത്, എൻ്റെ അവസാനം വരെയുള്ള നിമിഷങ്ങളെ സംബന്ധിച്ച് വരെ വളരെ രീതിയിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശത്ത്. എനിക്ക് ഒന്നും പറയാനുള്ളൂ, ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെ ആയിരിക്കണം, എന്തൊക്കെയാണ് ചെയ്തു തീർക്കേണ്ടത് എന്ന് നല്ല ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ട് ആ ഉത്തമ ബോധ്യം ഇപ്പോഴും ഭരണരംഗങ്ങളിൽ മാതൃകമായ പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ പറയണോ മുമ്പ് പറയണോ എന്നൊക്കെ സമയപരിധിതം ഉണ്ടാകും. പല പത്രക്കാരും എൻ്റെ അടുത്ത് ചോദിച്ചു, ഇനിയും വലിയവരെ കുറിച്ച് പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത്, പറയാൻ ഇപ്പോൾ സമയമായിട്ടില്ല. എന്നെക്കുറിച്ചും എൻ്റെ കൂടെയുള്ളവരെ കുറിച്ചൊക്കെ പറഞ്ഞു വരുമ്പോൾ പച്ചയായി
ജനമന്നത്തിൽ നിന്നുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് എന്നെ ഇത്രയും ദ്രോഹിച്ച പ്രസാദത്തെ കുറിച്ച് പറയാൻ തയ്യാറാകും എന്ന് പറയേണ്ടായി. അപ്പോഴാണ് ഇപ്പോൾ എൻ്റെ നാട് നിങ്ങൾക്കറിയാം അന്തിക്കാട് പ്രദേശമാണ്. നമ്മുടെ ഉദ്ഘാടകൻ പറയേണ്ടായി അന്തിക്കാട് പ്രദേശത്തെക്കുറിച്ച് വളരെ ചരിത്രമായ മേഖലയുള്ള മേഖലയാണ്. പക്ഷെ ഇപ്പോൾ പറയുന്നു എൻ്റെ പ്രവർത്തന ശൈലിയും രൂപവും ഭാവവും എല്ലാം വ്യത്യസ്തമായ സമീപനങ്ങളാണ് എന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ, എനിക്കതിനോ ഭയപ്പാടൊന്നുമില്ല. ഇപ്പോൾ തന്നെ ഞാൻ നമ്മുടെ പ്രസ്ഥാനത്തിൽ വന്നപ്പോൾ തന്നെ എൻ്റെ പേരിൽ കേസ് ചാർജ് ചെയ്തിരിക്കുകയാണ്. ആര്? എന്തിന്? ഞാനൊരു പ്രധാനപ്പെട്ട ഒരു വാചകം പറയേണ്ടായി. ഞാൻ കഴിഞ്ഞ 2 ടേം എൻ്റെ ഇപ്പോൾ മധുഭാഗത്ത് മത്സരിക്കുന്ന എതിർത്ത് മത്സരിക്കുന്ന, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അവരുടെ പേര് പറയാൻ എനിക്ക് വിഷമം തോന്നുന്നു. അവർ പറഞ്ഞത് അവരൊക്കെ വീണ്ടും ആ 2 ടേം മത്സരിച്ചപ്പോൾ ആ പാർട്ടി അദ്ദേഹത്തിൻ്റെ ആ MLA പ്രവർത്തനത്തെ സംബന്ധിച്ചും അവരുടെ സാമ്പത്തിക വിഷയത്തെ സംബന്ധിച്ചുമെല്ലാം നടപടിയെടുത്ത് മാറ്റി നിർത്തിയതാണ്. പിന്നെയാണ് ഞാൻ ഈ രംഗത്ത് വരുന്നത്. ഈ രംഗത്ത് നമ്മുടെ ആ കാലഘട്ടത്തിലെടുത്ത തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഒരുപാട് ഈ രക്ഷകളുമായി ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഒരുപാട് വികസനം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു പ്രസ്ഥാനത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു സ്ഥാനാർത്ഥിയെ വീണ്ടും മത്സരിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിലെന്തോ സംശയം, എനിക്കുള്ള വിദ്യാഭ്യാസം അനുസരിച്ച് എനിക്ക് എന്തോ ഒരു സംശയമുണ്ടായി. എന്താണ് പ്രത്യേകത പറയാൻ കഴിയും? ഇന്നലെ വരെ വേണ്ട എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി വീണ്ടും ആ പ്രസ്ഥാനം വീണ്ടും തിരഞ്ഞെടുപ്പിൽ കൊണ്ടുവരുന്നു. അപ്പൊ എനിക്ക് തോന്നി എന്തോ അപകടസ്ഥിതി ഉണ്ടല്ലോ. എൻ്റെ കയ്യിൽ നിന്നും ഒന്നും ലഭിക്കാൻ പാർട്ടിക്ക് കിട്ടിയിട്ടില്ല, എനിക്കൊന്നും മേടിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റുള്ളവരെ നമ്മുടെ നടക്കുന്ന വികസന പ്രവർത്തനത്തിൽ നിന്നൊക്കെ ഒരു വിഹിതം പ്രസ്ഥാനത്തിന് കൊടുക്കണം പറയാറുണ്ട്. ഞാൻ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ അറിഞ്ഞിടത്തോളം ഈ സീറ്റ് കിട്ടിയത് കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായത് ഒരു പേയ്മെന്റ് സീറ്റ് എന്നൊരു പ്രഖ്യാപനം നടത്തിയുണ്ടായി. എന്താ പേയ്മെന്റ് സീറ്റ് എന്ന് പറയാൻ കാരണം, ഇത്ര സംഖ്യ ഒരു പ്രസ്ഥാനത്തിനെ ഏൽപ്പിച്ചാൽ ആ സീറ്റ് തരും എന്നാണ് ഇപ്പൊ എൻ്റെ മനസ്സിൽ. അതുകൊണ്ട് ഈ പേയ്മെന്റ് സീറ്റാണ് ഇത് ഈ പറഞ്ഞ കക്ഷി ലഭിച്ചതെന്ന് പറയണ്ടേ. അപ്പൊ തന്നെ ഗുരുവായൂരത്തൊരു മറ്റു വക്കീൽ എനിക്ക് എൻ്റെ പേരിൽ 3 ദിവസത്തിൻ്റെ ഉള്ളിൽ എന്നെ അപമാനിച്ചതിൻ്റെ പേരിൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഞാൻ അപ്പൊ തന്നെ അവിടുത്തെ വക്കീലിനെ ഏൽപ്പിച്ചു കൊടുത്തു, ഇതിന് മറുപടി കൊടുക്കണം, നിങ്ങൾ തന്നെ കൊടുത്തോ. അപ്പൊ നമ്മുടെ ജീവിതമായി ബന്ധപ്പെട്ട് കടന്ന് ആക്രമിക്കാൻ പോകുന്നതിൽ അസംഭവ വിശാഖങ്ങൾ നടക്കാൻ പോകുകയാണ്. ഇപ്പൊ പറയുന്നു എന്നെ പറ്റത് ആ പാർട്ടിയിലാണെന്നാ പറയുന്നത്, എന്നെ പ്രസവിച്ചത് ആ പാർട്ടിയിലാണ്. അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ കാലഘട്ടം വരെ ഞാൻ വേറെ തെറി ആയിട്ട് ചോദിക്കാൻ പോയില്ല അവരോട്. പ്രസവിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ പറയുന്നത് ശരിയല്ലല്ലോ, ഞാൻ പറഞ്ഞില്ല. അപ്പൊ എന്തായാലും ഇനി അത് പറയേണ്ടി വരും. അപ്പൊ തുറന്നു വന്നു, എനിക്ക് ജോലി തന്നു, എൻ്റെ ഭാര്യയ്ക്ക് ജോലി തന്നു, എൻ്റെ കുട്ടികളെ പഠിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെ മോശപ്പേര് ഉണ്ടാക്കാൻ കഴിയും എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ. അല്ലാതെ ഈ കഴിഞ്ഞ കാല സർക്കാരിന്റെ പ്രവർത്തനം എന്നല്ല, എന്നെ ദ്രോഹിക്കുക, എന്നെ ഇല്ലായ്മ ചെയ്യുക. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ പ്രസ്ഥാനത്തിൽ നിന്ന് ഞാൻ ചെയ്തിരുന്ന ചില പ്രവർത്തന ശൈലി എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ എന്നെ പഠിപ്പിച്ചത്, ആ പ്രസ്ഥാനം എന്നെ പഠിപ്പിച്ച പ്രവർത്തന ശൈലികളുണ്ട്. ആ പ്രസ്ഥാനം നിങ്ങൾക്ക് അറിയാം എൻ്റെ ശൈലി എന്താണെന്ന്, എന്നെ ഏത് രീതിയിലൊരു നിന്നും എങ്ങനെ മുന്നോട്ട് പോകണമെന്നും അത് അതിജീവിച്ച് പോകുന്ന രീതിയിലുള്ള പഠനം എനിക്ക് ആ പ്രസ്ഥാനം നൽകിയിട്ട് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് വിളിച്ചാലും നിങ്ങൾ എന്നോട് ഏൽപ്പിച്ച ആ ഒരു പ്രവർത്തന ശൈലി നിങ്ങളുടെ മേലിൽ ഞാൻ അടിച്ചേൽപ്പിക്കും എന്ന് അവരോട് പറയേണ്ടായി. പിന്നെ അധികമൊന്നും പ്രസംഗിച്ചില്ല. ഇപ്പൊ എല്ലാ യോഗങ്ങളിൽ പോയി പറയുന്നത് ഞങ്ങള് മുകുന്ദനെ ഈ രീതിയിൽ വളർത്തിക്കൊണ്ടുവന്നു, അദ്ദേഹം സാമ്പത്തികമായി കിട്ടുന്ന പോലെ പ്രസ്ഥാനത്തിലേക്ക് പോയി എന്നുള്ളതാണ്. അപ്പൊ എൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ പറയേണ്ടായി ജനങ്ങളോട്. എന്താ സാമ്പത്തിക സ്ഥിതി? എൻ്റെ കഴിഞ്ഞ കാല തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, നോമിനേഷൻ പേപ്പർ കൊടുക്കുമ്പോൾ എൻ്റെ സ്വത്ത് എത്ര, എൻ്റെ വരുമാനം എത്ര, എൻ്റെ മക്കൾക്ക് കിട്ടുന്ന വരുമാനം എത്ര, എൻ്റെ ഭാര്യയ്ക്ക് കിട്ടുന്ന വരുമാനം എത്ര എന്നൊക്കെ ചോദിച്ച് ഈ നോമിനേഷൻ പേപ്പറിൽ രേഖപ്പെടുത്താറുണ്ട്. ആ രേഖപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ വ്യത്യസ്തമായി ഞാൻ അവരോട് ചോദിച്ചു, ഇനിയിപ്പോൾ അങ്ങനെ അഴിമതികരമായ സമീപനമാണ് ചോദിച്ചെങ്കിൽ നിങ്ങൾ പരിശോധിക്കൂ, എൻ്റെ അന്നത്തെ വരുമാന സ്ഥിതി പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കണം. അതിന് നിങ്ങൾ 2 പ്രധാനപ്പെട്ട കാര്യം സ്വീകരിക്കാം. ഒന്ന്, വിവരാവകാശത്തിന് നോട്ടീസ് കൊടുക്കാം. അത് 10.5 രൂപയുണ്ട്, ഏത് പ്രവർത്തനം കൊടുക്കാം. എന്താണ് ഇദ്ദേഹത്തിന്റെ വരുമാന സ്ഥിതി എന്ന് പരിശോധിക്കും. കൂടാതെ എനിക്കൊരു ആവശ്യം അപ്പം തോന്നി, ആവേശം തോന്നി, നിങ്ങൾക്ക് എന്നെ പരിശോധിക്കാം. ശരി, ഒരു വിജിലൻസിനെ വിട്ട് എന്തൊക്കെയാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സൈബറിക്കും ഉണ്ടാക്കുന്ന വരുമാന സോഴ്സിനെ കുറിച്ച് പറയണം, ആലോചിക്കണം. അങ്ങനെ നിങ്ങൾ വിജിലൻസുമായി ബന്ധപ്പെടൂ. അപ്പൊ ഞാൻ അതിൻ്റെ അകത്ത് പറയേണ്ടായി, വിജിലൻസ് പരിശോധിക്കുമ്പോൾ എന്നെ മാത്രം പരിശോധിച്ചാൽ പോരാ, എൻ്റെ മുമ്പുണ്ടായിരുന്ന MLA മാർ,
എൻ്റെ മുമ്പുണ്ടായിരുന്ന മന്ത്രിമാർ ഇവരൊക്കെ ഒന്ന് പരിശോധിക്കുക. അവരെ സ്വത്ത് വിവര കണക്ക് പുറത്തു കൊണ്ടുവരൂ. അങ്ങനെ പുറത്തു കൊണ്ടുവന്നാൽ നിങ്ങൾ പറയുന്നത് പോലെ ഇവിടെ ഇരിക്കുന്ന ജനവിഭാഗം നമ്മുടെ പാർട്ടി പ്രവർത്തകർ പറയുന്ന പോലെ നമ്മുടെ BJP പ്രവർത്തകർ ഏത് സമയത്തും എനിക്ക് അധികാരം ഒരു വിഷയമല്ല, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ അധികാരം ഒരു പ്രശ്നമല്ല, അതിലേക്ക് ഞാൻ മുന്നോട്ട് പോകുമെന്നുകൂടി പറയുന്നതോടൊപ്പം തന്നെ ചില വിഷയങ്ങൾ ഇതിൻ്റെ അകത്ത് ഉയർന്നു വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ നമ്മുടെ BJP പാർട്ടിയിൽ അംഗമായപ്പോൾ ഒരു ഭീഷണി എൻ്റെ ഇക്കരയിൽ ആ ഭീഷണിപ്പെടുത്തിയ സ്വഭാവമൊക്കെ എനിക്കറിയാം. ആ ഭീഷണിപ്പെടുത്തി എന്താ ഞാൻ MLA സ്ഥാനം രാജിവെക്കാതെയാണ് ഇപ്പൊ നമ്മുടെ ഉദ്ഘാടകനോട് കാര്യങ്ങൾ എന്താണ് തുറന്ന് ചെയ്യേണ്ടതിനെ കുറിച്ച് പറഞ്ഞു പോകണം. ചിലപ്പോൾ നമുക്ക് കൂടുതൽ അതിന് നിയമപരമായ വശങ്ങളില്ലെങ്കിൽ ഉയർന്ന ലീഡർഷിപ്പോട് ചോദിച്ചു മുന്നോട്ട് എന്നോട് ചോദിച്ചു. പൊതുവെ എന്നോട് പല പത്രക്കാർ വന്ന് ചോദിച്ചു, അല്ല MLA സ്ഥാനം വെച്ചുകൊണ്ടാണ് അപ്പോൾ BJPയിൽ പ്രവർത്തിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കേണ്ടായി. ഞാൻ അവിടെ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ അത്ര ദൂര കുറവ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു വേണ്ട. എൻ്റെ പ്രസ്ഥാനമായി ഇപ്പോൾ BJPയിൽ അംഗത്വത്തിന് മുമ്പ് തന്നെ ഞാൻ MLA സ്ഥാനം രാജിവെച്ചു. MLA സ്ഥാനം രാജിവെച്ചിട്ടാണ് ഞാൻ നമ്മുടെ പ്രസ്ഥാനത്തിൽ അംഗമായത്. അതിപ്പോൾ നമ്മൾ നാളെ ചിലപ്പോൾ നടപടി കാര്യങ്ങൾ വരാൻ സാധ്യത. ഞാൻ ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് പാർട്ടിയുടെ. അപ്പോൾ അതിനേക്കാൾ മുമ്പ് തന്നെ ഞാൻ മത്സരിക്കും എന്നൊരു പ്രഖ്യാപനം നടത്തിയപ്പോൾ എൻ്റെ മുമ്പുണ്ടായിരുന്ന പാർട്ടി എൻ്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കി. എനിക്ക് ധൈര്യമായി. പിന്നെ ഞാൻ രാജിവെക്കേണ്ടത്, എന്നാലും ഞാൻ രാജിവെച്ചു. നമ്മുടെ പ്രാഥമികമായ രീതിയിലുള്ള നടപടിക്രമം അനുസരിച്ച് MLA സ്ഥാനം MLA എല്ലപ്പത്തിന് നോട്ടീസ് വന്നു. നമ്മുടെ റൂമുമായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങൾക്ക് അവിടുന്ന് വെടിപ്പാക്കണമെന്ന് നോട്ടീസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനിയും തുറന്നു വരുന്ന രംഗത്തുണ്ടാകുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഇതിനേക്കാളും വ്യത്യസ്തമായ ചില സമീപനങ്ങൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം നാട്ടിക നിയോജകമണ്ഡല ജനസംഖ്യ, നാട്ടിക മണ്ഡലത്തിലെ ജനസംഖ്യയിൽ നമ്മുടെ പ്രവർത്തന മേഖലയുമായി കീഴിലുള്ളത് 225 ബൂത്തുകളാണ്. 225 ബൂത്തുകളിൽ എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ പ്രവർത്തകർ അത് ഏറ്റെടുത്തുകൊണ്ട് ഒരു സംവാദം, എന്താണ് CC മുകുന്ദൻ, എന്താണ് കഴിഞ്ഞ കാലം ഉണ്ടായത്, മറ്റുള്ള സ്ഥാനാർത്ഥികളെ കുറിച്ച് വിലയിരുത്തി ഒരു സംവാദം തന്നെ നടത്തി ഏത് സമയത്തും നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ആശയം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുപോകത്തക്ക രീതിയിലുള്ള പ്രവർത്തന ശൈലി. ഇനിയിപ്പോൾ ഞാൻ പറയാതെ തന്നെ നമ്മുടെ BJPയുടെ ലീഡർമാർക്ക് അറിയാം, അല്ലെങ്കിൽ പ്രവർത്തകർക്ക് അറിയാം എന്തായിരിക്കും നമ്മുടെ ശൈലി. ആ ശൈലി ഉപയോഗിച്ച് മാതൃകപരമായ പ്രവർത്തനം നടത്തി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനേക്കാളും ഞാൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്, എന്നോട് പലരും മാധ്യമ പ്രവർത്തകരോട് ചോദിക്കേണ്ടായി, നിങ്ങൾ വന്ന ഈ പാർട്ടിയിൽ വന്ന് ഇവിടെ വന്നപ്പോൾ നിങ്ങളങ്ങനെ ജയിക്കുന്നു തോന്നുന്നുണ്ടോ? ഞാൻ എൻ്റെ ആത്മവിശ്വാസമാണ്. എന്നിപ്പോൾ ഞാൻ 5, 6, 7 ദിവസമായി ഈ പാർട്ടിയുടെ പ്രവർത്തകരുമായി ഒരുമിച്ച് അവരുടെ സ്നേഹ സന്ദേശം പറഞ്ഞു മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന പല പഞ്ചായത്തും ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ എൻ്റെ മനസ്സുകളിൽ എന്തൊക്കെയാണ് നമ്മൾ വരാൻ പോകുന്ന ചില വലിയ മാറ്റങ്ങൾ അത് വരാൻ പോകുന്നു. അതുകൊണ്ട് പത്രക്കാരോട് ഞാൻ പറഞ്ഞോ, നിങ്ങൾ പ്രതീക്ഷിച്ചോ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ നാട്ടിക നിയോജകമണ്ഡലത്തിൽ തിരഞ്ഞെടുക്കപ്പെടും. അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒന്ന്, ഒരു MLA എന്ന നിലയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പരസ്പരം ബാധിക്കാത്ത രീതിയിലുള്ള വികസനം ഒരു ഭാഗത്തുണ്ട്. കൂടാതെ പിന്നെ എന്താ നമ്മുടെ പ്രവർത്തനം, നമ്മുടെ ദേശീയ കാഴ്ചപ്പാടോടുകൂടി നമ്മുടെ NDAയുടെ ഭരണ സംവിധാനങ്ങൾ നമ്മുടെ മണ്ഡലത്തിൽ പൂർണ്ണമായി ആൾക്കാർ അറിഞ്ഞില്ലെങ്കിലും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സർക്കാർ, കേന്ദ്ര സർക്കാർ. ആ സർക്കാരിന്റെ പ്രവർത്തനം ഇനിയും മെച്ചപ്പെട്ട ആരോഗ്യപരമായ മറ്റുകൾ മുന്നോട്ട് പോകാൻ കഴിവറ്റ രീതിയിലുള്ള പ്രവർത്തനം, വികസനങ്ങൾ നമ്മുടെ മണ്ഡലത്തിൽ ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നൊരു പ്രതിജ്ഞയാണ് ഇവിടെ ഇരിക്കുന്ന കൺവെൻഷനിൽ പങ്കെടുത്ത മുഴുവൻ BJP പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത് കൊണ്ട് എല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് നമ്മുടെ ഈ പോരാട്ടത്തിൽ എല്ലാവരും മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനമായി മുന്നോട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ഒരൊറ്റ സ്വരത്തിൽ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി 2 വാക്ക് മാത്രമേ എനിക്ക് പറയാൻ തോന്നിയാൽ പ്രസംഗം മറ്റൊരു പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് എത്തിയിട്ടില്ല, വലിയ പ്രസംഗമൊന്നും വേണ്ട, 2 വാക്ക് പറയണം. അത് വളരെ എന്താ പറയുക നിങ്ങൾക്ക് ബാധിക്കുന്ന രീതിയിൽ ചില അനുഭവങ്ങൾ പറയും. ഇനിയും 225 ബൂത്തുകളിലും നിങ്ങൾ എന്നെ വിളിക്കുകയാണെങ്കിൽ ആ യോഗത്തിലൊക്കെ വന്ന് എല്ലാ കാര്യങ്ങളും ഇനി കുറെ പറയാനുണ്ട്. അതൊക്കെ പറയുമ്പോൾ ബോറടിക്കും. അത് പറയേണ്ട, ചിലപ്പോൾ പച്ചയായും മറ്റുപോലെ ചില സമീപനമൊക്കെ പറയേണ്ടി വരും. അതൊക്കെ നമുക്ക് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഒരുമയോടെ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയുമ്പോൾ നമ്മുടെ നാട്ടിക നിയോജകമണ്ഡലം BJPയുടെ NDAയുടെ വലിയ വിജയമാക്കി മാറ്റിയെടുക്കാൻ കഴിയുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.